എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ പാവ് ഭാജിയിലെ ഭാജി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം. നമ്മുടെ എല്ലാ റെസിപ്പിയും പോലെ തന്നെ ഇതും കുക്കറിൽ വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇത്രയും എളുപ്പത്തിൽ പാവ് ഭാജി വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നും. അത്രയും എളുപ്പത്തിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിൽ ഈ പാവ് അല്ലെങ്കിൽ ബണ്ണ് നമുക്ക് കടയിലും സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനായിട്ടും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മളതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മളിതിൽ ഈ ഭാജി അല്ലെങ്കിൽ മസാലയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത്. ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കൂടെ ചെറുതായിട്ട് അതിന് സവാളയുടെയും നാരങ്ങയൊക്കെ മുറിച്ച് കഴിക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് കഴിക്കുന്ന പോലെ തന്നെ തോന്നും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങളൊന്ന് തയ്യാറാക്കി വെക്കണം. 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, 1.5 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതാണെന്നുണ്ടെങ്കിൽ 2 മുഴുവനായിട്ടും എടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് കുറച്ച് പച്ചക്കറികൾ വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും പകുതി മുറി ക്യാപ്സിക്കവും 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസുമാണ് എടുത്തിരിക്കുന്നത്. ഗ്രീൻ പീസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കോളിഫ്ലവറൊക്കെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുക്കറിലാണ് നമ്മൾ ഇതും തയ്യാറാക്കുന്നത്. കുക്കറിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂണാണ് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. പാവ് ഭാജി ഉണ്ടാക്കാനായിട്ട് കുറച്ചധികം ബട്ടർ വേണ്ടി വരും. ഇതോടൊപ്പം തന്നെ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുള്ളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് നല്ല നേർത്ത് വരുന്നിടവരെ, ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആവുന്നിടവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. സവാളയുള്ളിയൊക്കെ നല്ല വഴണ്ട് നേർത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ. ഇത് കൂടാതെ പാവ് ഭാജി മസാല വേണം. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനായിട്ടും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പാവ് ഭാജി മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നിട വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു മണം വരും, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ വെച്ച് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് നല്ലപോലെ ഇതൊന്ന് സോഫ്റ്റ് ആവുന്നിട വരെ വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഗ്രീൻ പീസ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ചെറിയൊരു പിടി മല്ലിയില ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് 2 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നല്ലപോലെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് ആവുന്നിട വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 6 വിസിലിനാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്യുന്നത്. ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഉടയ്ക്കാനുള്ളതാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആവുന്നിട വരെ ഇത് കുക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് എണ്ണ തെളിയാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. നല്ലപോലെ നമ്മൾ നല്ല സ്മൂത്ത് ആവുന്നിട വരെ ഇതൊന്ന് ഉടച്ചെടുക്കുക. ഒരു 3-4 മിനിറ്റ് എടുക്കും നമ്മളിതൊന്ന് നല്ലപോലെ ഉടച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് നല്ലപോലെ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്താണ് നമുക്ക് കടയിലൊക്കെ കിട്ടുന്നത്. നിങ്ങൾക്ക് ഇത്രയും ചേർത്ത് കൊടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതോടൊപ്പം തന്നെ നമുക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കസൂരി മേത്തി കയ്യിൽ ഇതുപോലെ വെച്ച് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ പൊടിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട്. അതോടൊപ്പം തന്നെ മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്നത് സോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഉപ്പ് അതിനനുസരിച്ച് കുറച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ബട്ടർ ആഡ് ചെയ്യുമ്പോൾ ഉപ്പങ്ങ് ഒരുപാട് കൂടിപ്പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മസാല ഇരിക്കാനായിട്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പാവ് അല്ലെങ്കിൽ ബൺ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ മേടിക്കാനായിട്ട് കിട്ടും. ബ്രിട്ടാനിയുടെ ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ 2 എണ്ണം മുറിച്ചെടുത്തിട്ട് നടുവേ ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് തവയിൽ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു തവയിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാവ് ഭാജി മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബൺ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചും നമ്മളൊന്ന് വെച്ച് കൊടുക്കുക.
രണ്ട് സൈഡിലും ആ ഒരു ബട്ടറും ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ചിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകാറുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. ഇത് സെർവ് ചെയ്യാൻ നേരം നമ്മൾ കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത സവാളയുള്ളിയും നാരങ്ങയും കൂടെ മുറിച്ചിട്ട് വെച്ച് കൊടുക്കുക. ഈ നാരങ്ങ പിഴിഞ്ഞ് ആ ഒരു സവാളയൊക്കെ കൂട്ടി കഴിക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഒരു ചെറിയ പീസ് ബട്ടറും ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുക. അതുകൊണ്ട് ഉപ്പ് ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. സോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്ത് അത് അറിയിക്കാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടില്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.